ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇർഷിദാസ് മെഡ്പോളിയോ. ഇന്ന് മിക്ക വീടുകളിലെയും ഒരു പ്രധാന വില്ലൻ ഡേ ഇവന്റ് ആണ് അല്ലേ? വൈകുന്നേരം സമയമൊക്കെ ആയാൽ എല്ലാ വീടുകളിലും രക്ഷിതാക്കൾ കുട്ടികളോട് പറയും, ഒരു 5 മിനിറ്റെങ്കിലും ഈ സാധനം ഒന്ന് താഴെ വെക്കൂ, ഒന്നിരുന്ന് പഠിച്ചൂടെ, അല്ലെങ്കിൽ ഒന്ന് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, 24 മണിക്കൂറും ഫോണിൽ തന്നെയാണോ എന്നല്ലേ? അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവര് നോക്കുമ്പോൾ പാരന്റ്സ് ഇതേണ്ട ഇത് നോക്കിക്കൊണ്ടായിരിക്കും അവരോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത്രയ്ക്ക് സീരിയസ് ആയിട്ട് ഈ ഫോൺ അഡിക്ഷൻ മാറിയിട്ടുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഫോൺ അഡിക്ഷൻ മാറാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രുമെന്റിനോടാണോ അഡിക്റ്റഡ് ആയിട്ടുള്ളത്? അല്ല. ഈ ഒരു ഇൻസ്ട്രുമെന്റിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല അല്ലേ? ഇതിന് പകരം ടിവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രീൻ നമുക്ക് കിട്ടിയാൽ മതി. ഇതിനകത്തുള്ള ഒന്നോ അതിലധികമോ ആപ്പുകളോടാണ് നമ്മുടെ ഭ്രമം അല്ലേ? ചിലപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ആവാം, വാട്സാപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ആപ്പ്. നമ്മൾ ഏത് ആപ്പാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ ആപ്പിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് നമ്മൾ ഈ സാധനം എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു സാധനം നമ്മളൊരു പരിധിയിനപ്പുറത്തോട്ട് ആ സാധനം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം ഫോൺ അഡിക്ഷൻ നമുക്ക് കൂടുതലാണ്. ഇപ്പം പെട്ടെന്ന് ചില ദിവസങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഇനി ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നില്ല, ഇത് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. പക്ഷെ നടക്കുവോ? ഇല്ല. കാരണം ഇത് നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകൾ വല്ലതും നമുക്ക് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സംതിങ് റിലേറ്റഡ് ടു നമ്മുടെ വർക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സാധനത്തിലുണ്ട്. അപ്പൊ ഈ സാധനം കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിൾ ആണ് അല്ലേ? അപ്പം നമ്മുടെ ഫോൺ ഉപയോഗം കംപ്ലീറ്റ് കുറയ്ക്കുക എന്നുള്ളത് പെട്ടെന്ന് പോസിബിൾ ഒന്നുമല്ല. പക്ഷെ അത് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ പതിയെ പതിയെ ഈ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതാന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഇപ്പൊ എല്ലാ ഫോണിലും അവൈലബിൾ ആണ്. അപ്പൊ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഏത് ആപ്പാണോ ഉപയോഗിക്കുന്നത് ആ ആപ്പ് നമ്മൾ കണ്ടുപിടിക്കുക. ആ ആപ്പ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊരിക്കലും തുറക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ സമയം, അതിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് സാധാരണ ഈ ഫോണിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആപ്പ് ആണെങ്കിലും നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ AI-ന്റെ വർക്ക് കാരണം നമുക്ക് പിന്നെ സജഷൻ വരുന്നത്. നമ്മൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും റീൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ചാനലൊക്കെയാണ് നമ്മൾ കണ്ടുപോകുന്നത് അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് സജഷൻ വരുന്നതും അത്തരം കാര്യങ്ങളായിരിക്കും. അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കളിയാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് സെർച്ച് ചെയ്യുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് എന്താണോ, കുക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോസ് കാണുക. അല്ലെങ്കിൽ പലർക്കും ഭാഷ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അത്തരം പേജുകൾ ലൈക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വരുന്ന സജഷൻസും അത്തരം കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഫോണിൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിലും ആ സമയം പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറാൻ ഒരു പരിധിവരെ സഹായിക്കും. ഇപ്പൊ ഫോൺ അഡിക്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഉപകാരമുള്ള കാര്യത്തിനാണല്ലോ ഈ സമയം ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും നമുക്ക് കാണും അല്ലേ? ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, എപ്പോഴാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്? നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലേ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് ഈ ഫോൺ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ്സ് വേണം. ഇപ്പൊ പഠിക്കുന്നവർക്കാണെങ്കിൽ പഠിക്കാം. സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും കുട്ടികൾ എന്തായാലും ഫോൺ എടുക്കാറില്ല അല്ലെ? അപ്പൊ അത്തരം എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ്സ് നമുക്ക് വേണം. ഇപ്പൊ അത് പല ഗെയിംസിൽ ഇൻവോൾവ് ആവുന്നതാവാം, കുട്ടികൾ കളിക്കാൻ വിടുകയാണെങ്കിൽ അങ്ങനെ ആവാം. ഇനി വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ പലതരം ജോലികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം. അത് നമ്മുടെ ജോലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ ചില ഗെയിംസ് കളിക്കുന്നതാവാം, അല്ലെങ്കിൽ കൂടിയിരുന്നൊരു നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഒരു ഡിബേറ്റ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് വെച്ച് സംസാരിക്കുന്നതാവാം. എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ്സ് നമ്മളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ നമ്മൾ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ സാധനം താഴെ വെക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു അഡിക്ഷൻ ഒരു പരിധിവരെ നമ്മൾ പോലും അറിയാതെ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രീ ആവുന്ന ടൈമിനാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ഫ്രീ ആവുന്നത്. അപ്പോൾ ഈ സാധനം കയ്യിലോട്ടെടുക്കും, നമ്മൾ സ്ക്രോൾ ചെയ്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള റീൽസ്, പോസ്റ്റ് അങ്ങനെ ഓരോന്ന് കണ്ട് പിന്നെ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ പിന്നെ ഈ ഫോണിൻ്റെ ബ്ലൂ ലൈറ്റ് എമിഷനൊക്കെ കാരണം നമ്മുടെ ഉറക്കവും ഡിസ്റ്റർബ്ഡായി. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങണമെങ്കിൽ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒരുപോലെ ടയേർഡ് ആവണം അല്ലേ. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ എക്സസൈസ് നമ്മൾ മോർണിംഗ് ടൈമിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ടയേർഡായിട്ട് നമ്മൾ കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങുകയുള്ളൂ. പലപ്പോഴും നമുക്കൊരു ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുറച്ച് നേരം ഫിസിക്കൽ ഗെയിംസിലൊക്കെ എന്തെങ്കിലും കളിക്കാൻ വിടുന്നതും നമ്മൾ തന്നെയാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് ഒക്കെ ശീലമാക്കുന്നത് നമുക്ക് രാത്രി പെട്ടെന്ന് നല്ല ഉറക്കം കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഫോൺ ഉപയോഗം, ഫോണിൻ്റെ അഡിക്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് നമ്മളെ സഹായിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.